ഹലോ ഫ്രണ്ട്സ്, ഞാൻ അനിൽകുമാർ. എല്ലാവർക്കും നമസ്കാരം. ഉദ്യോഗാർത്ഥികൾ പലരും ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു തസ്തികയാണ് കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ്. നിങ്ങൾക്കറിയാം, ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ്, PSC, അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് തുടങ്ങിയ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കുള്ള ഒരു കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് നോട്ടിഫിക്കേഷൻ വരാനുണ്ട്. അതോടൊപ്പം തന്നെ വിവിധ യൂണിവേഴ്സിറ്റികളിലേക്ക് വേണ്ടിയുള്ള കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് നോട്ടിഫിക്കേഷനും പ്രത്യേകം വരാനുണ്ട്. അപ്രകാരം പ്രമുഖമായ 2 നോട്ടിഫിക്കേഷനുകളാണ് 2026 PSCയുടേതായി നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോൾ നമുക്കറിയാം, അവയിലൊന്ന് കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ്, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ്, ലോക്കൽ ഓഡിറ്റ് ഫണ്ട്, വിജിലൻസ് ട്രിബ്യൂണൽ, കേരള ലോകായുക്ത എന്നീ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കുള്ളതാണ്. മറ്റൊന്ന് വിവിധ യൂണിവേഴ്സിറ്റികളിലേക്കുള്ളതാണ് എന്ന കാര്യവും നിങ്ങൾക്കറിയാം. ഇതിൻ്റെ ക്വാളിഫിക്കേഷനെ സംബന്ധിച്ച് പറയുമ്പോൾ അതിൻ്റെ പ്രാഥമികമായ ബേസിക് ക്വാളിഫിക്കേഷനായി പറയുന്നത് SSLC ഇക്വലൻ്റ് ആണ്. SSLC അല്ലെങ്കിൽ അതിന് തുല്യമോ ആയ യോഗ്യത നേടിയിരിക്കണം. പക്ഷേ രണ്ടാമത് മറ്റൊരു യോഗ്യത കൂടി പറയുന്നുണ്ട്. KGTE ഇംഗ്ലീഷ് ഹയർ പാസ്സായിരിക്കണം. ലോവറും പാസ്സായാൽ പോരാ. സാധാരണ LD ടൈപ്പിസ്റ്റിന് KGTE ഇംഗ്ലീഷ് ലോവർ പാസ്സായാൽ മതി. പക്ഷേ ഇവിടെ ഇംഗ്ലീഷ് ഹയർ പാസ്സായിരിക്കണം. പിന്നെ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ഉണ്ടാകണമെന്ന് പറയുന്നു. നമുക്കറിയാം, 2002 ശേഷം KGTE പാസ്സായിട്ടുള്ള എല്ലാ ആൾക്കാർക്കും KGTE സർട്ടിഫിക്കറ്റിനോടൊപ്പം കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗും ഉണ്ടാകും. 2002 മുൻപ് പാസ്സായ ആൾക്കാരൊന്നും ഇപ്പോഴുണ്ടാകുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ഒരു പ്രശ്നമാകുന്നില്ല. അവിടെ ഹയർ ഗ്രേഡ് സർട്ടിഫിക്കറ്റും ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് വേണം. പിന്നെ മലയാളത്തിലെ സർട്ടിഫിക്കറ്റിലേക്ക് വരുമ്പോൾ അവിടെ ലോവർ ആയാലും മതി, KGTE ലോവർ മതിയാകും. അപ്പോൾ ഈ കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് പറയുന്നുണ്ട്. കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ഇതിനോടൊപ്പം ഉള്ളതാണ്. 2002 മുൻപ് KGTE പാസ്സായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് മാത്രം ഒരു പ്രത്യേകം കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് സർട്ടിഫിക്കറ്റ് അവർ സംഘടിപ്പിക്കേണ്ടി വരുമെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ക്വാളിഫിക്കേഷനുകൾ മാത്രമല്ല കേട്ടോ, ഇതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ കൂടി പറയുന്നുണ്ട്. അവിടെ ഇക്വലൻ്റ് ആയ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ് വരിക? ശ്രദ്ധിക്കൂ. VHSC, നിങ്ങൾ VHSCയിൽ പഠിച്ചിട്ടുള്ളതാണെങ്കിൽ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ പഠിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റുള്ള ആളാണെങ്കിൽ, ഓഫീസ് സെക്രട്ടറിഷിപ്പ് സർട്ടിഫിക്കറ്റുള്ള ആളാണെങ്കിൽ നിങ്ങൾ KGTE ഹയർ, ഇംഗ്ലീഷ് ഹയറും നോക്കണ്ട, ലോവറും നോക്കണ്ട, വേർഡ് പ്രോസസ്സിംഗ് നോക്കണ്ട, കണ്ണുമടച്ച് നിങ്ങൾക്ക് ഈ 2 തസ്തികയ്ക്കും നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അപ്ലൈ ചെയ്യാം. ഇനി ഡിപ്ലോമ ഇൻ കൊമേഴ്സ്യൽ പ്രാക്ടീസ് ജനറൽ, ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ KGTE ലോവറോ ഹയറോ വേർഡ് പ്രോസസ്സിങ്ങോ ഒന്നും മൈൻഡ് ചെയ്യാതെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയും. ഇക്വലൻ്റ് ക്വാളിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ കണ്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയും. ഡിപ്ലോമ ഇൻ സെക്രട്ടേറിയൽ പ്രാക്ടീസ് ജനറൽ എന്നുള്ള കോഴ്സ് നിങ്ങൾ പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 2 തസ്തികകൾക്കും അപേക്ഷ അയക്കാൻ കഴിയും. അതുപോലെ മറ്റൊന്ന് ഡിപ്ലോമ ഇൻ ഷോർട്ട് ഹാൻഡ് ആൻഡ് ടൈപ്പ് റൈറ്റിംഗ് ആണ്. ഡിപ്ലോമ ഇൻ ഷോർട്ട് ഹാൻഡ് ആൻഡ് ടൈപ്പ് റൈറ്റിംഗ് പാസ്സായവരെ സംബന്ധിച്ചിടത്തോളവും അവർക്ക് ഈ തസ്തികയ്ക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. ഇതിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ പിന്നെ വേണ്ടത് എന്താണ്? KGTE ഇംഗ്ലീഷ് ഹയർ വേണം, KGTE മലയാളം ലോവർ വേണം. പിന്നെ 2002 മുമ്പാണെങ്കിൽ മാത്രം വേർഡ് പ്രോസസ്സിംഗ് പ്രത്യേകം എടുക്കണം, അല്ലെങ്കിൽ അത് മാത്രം മതിയാകും. അപ്പോൾ ഇതാണ് ഇവിടെ ക്വാളിഫിക്കേഷനെ സംബന്ധിച്ച അവസ്ഥ. ഇനി പ്രായപരിധി വരുമ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ 40 വയസ്സായി ഉയർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 40 വയസ്സ് വരെയുള്ളവർക്ക് ഫോർവേഡ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർക്കും അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ 43 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. SC/ST വിഭാഗത്തിന് 45 വയസ്സ് വരെയും അപ്ലൈ ചെയ്യാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ 50 വയസ്സ് വരെയുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ കഴിയും. ഈ തസ്തികയ്ക്കൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. സാധാരണ ടൈപ്പിംഗ് തസ്തിക പോലെ അല്ല കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ്. കാരണം
ഇപ്പം നമ്മൾ ഇതിൻ്റെ സ്കെയിൽ നോക്കുമ്പോൾ 27,900 63,700 കിടക്കുന്നതെങ്കിലും ഇതിൽ നിന്നുള്ള ഒരു പ്രൊമോഷൻ നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങളുടെ സാലറിയിൽ ഒരു വൻ വർധനവാണ് ഉണ്ടാവുക. ഇവിടെ തന്നെ നിങ്ങൾ ഈ പറഞ്ഞ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് ജോയിൻ ചെയ്യുന്ന ഒരാൾക്ക് 27,900 രൂപ ബേസിക് പേ, DAI 9,625 രൂപ, HRAI 2,790 രൂപ, ടോട്ടൽ 40,315 രൂപ സാലറിയായി ലഭിക്കുന്ന ഒരവസ്ഥയുണ്ട്. ആകർഷകമായ ശമ്പളമാണിത്. പക്ഷേ അതിനേക്കാൾ ആകർഷണീയത എന്ന് പറയുന്നത് നോക്കൂ, കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 ആയി നിങ്ങൾ സേവനമനുഷ്ഠിക്കുമ്പോൾ നിങ്ങൾക്ക് 27,900 63,700 എന്ന സ്കെയിലാണ് ലഭിക്കുന്നതെങ്കിൽ ഫസ്റ്റ് പ്രൊമോഷനിൽ വരുന്ന വ്യത്യാസം കണ്ടോ? 27,900 നിന്ന് 39,300 ഒരു ചാട്ടമാണ് കണ്ടോ. അത് മറ്റൊരു തസ്തികയിൽ ലഭിക്കുന്ന എനിക്ക് തോന്നുന്നില്ല കേട്ടോ. 27,900 63,700 നിൽക്കുന്ന ഒരാൾക്ക് അവിടെ നിന്നൊരു ചാട്ടം എന്താ വരിക? 39,900 83,000 അപ്പോൾ അവിടെ തന്നെ മെച്ചപ്പെട്ട ഒരു സാലറി പാക്കേജ് ആണ് പ്രൊമോഷനിലൂടെ നമുക്ക് ലഭിക്കുന്നത്. കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 1 ആകാം, കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് സീനിയർ ഗ്രേഡ് ആകുമ്പോൾ 43,400 91,200 എന്ന ശമ്പള സ്കെയിൽ നമുക്ക് ലഭിക്കും. അതുപോലെ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് സെലക്ഷൻ ഗ്രേഡിലേക്ക് പോകുമ്പോൾ 45,600 95,600. ഓഫീസ് സൂപ്രണ്ട് ആകാൻ കഴിയും പിന്നീട് 51,400 11,300. ഇവിടെ സെക്രട്ടേറിയറ്റ്, PSC, ആ മറ്റ് ഓഫീസുകളിലൊക്കെ ആദ്യത്തെ ഞാൻ ഈ പറഞ്ഞ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് തസ്തികയിൽ നിങ്ങൾക്ക് ഒടുവിൽ എൻക്വയറി ഓഫീസർ എന്ന് പറയുന്ന ഒരു പ്രൊമോഷനിൽ എത്താൻ കഴിയും. അല്ലാതെ യൂണിവേഴ്സിറ്റിയൊക്കെ ആകുമ്പോൾ അവിടെ ഓഫീസ് സൂപ്രണ്ട് ഹയർ ഗ്രേഡ് വരെ എത്താൻ കഴിയും. ഹയർ ഗ്രേഡാണ്. ഇത് രണ്ട് ഇക്വലൻ്റ് ആണ്, സാലറി ഇക്വലൻ്റ് ആണ്. അവിടെ 56,500 1,18,100 എന്ന സ്കെയിൽ വരെ എത്താനുള്ള സാഹചര്യമാണ് ഇവിടെ നമുക്ക് ഒതുങ്ങുന്നത്. അപ്പോൾ നമ്മൾ ടൈപ്പിസ്റ്റിൻ്റെ തസ്തികയൊക്കെ എടുക്കുമ്പോൾ ഇത് വളരെ ആകർഷണീയമാണ്. അത് മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെന്നിരിക്കട്ടെ, നിങ്ങൾ കേരള PSCയിലോ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിലോ ഒക്കെയാണ് കയറുന്നതെങ്കിൽ, അതുപോലെ തന്നെ ലോക്കൽ ഓഡിറ്റ് ഫണ്ടിലോ വിജിലൻസ് ട്രിബ്യൂണലിലോ ഒക്കെ കയറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ അസിസ്റ്റൻ്റ് തസ്തികയിലേക്ക് കൺവെർട്ട് ചെയ്തുകൊണ്ട് ആ തസ്തികയിലേക്ക് പരിവർത്തനം ചെയ്തു പോകാനും അവിടെയുള്ള പ്രൊമോഷൻസ് സ്വീകരിക്കുവാനുമുള്ള ഒരു സൗകര്യം കൂടി ലഭിക്കുന്നു എന്നതും ഞാൻ ഈ പറഞ്ഞ കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റിൻ്റെ പ്രത്യേകതയാണ്. അത് വലിയൊരു നേട്ടമായി നമുക്ക് കാണാൻ കഴിയുന്നതാണ്. പിന്നെ നമ്മൾ ഇപ്പോൾ ഇതിനെപ്പറ്റി പറയുമ്പോൾ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് തസ്തികയിൽ ഇപ്പോൾ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ്, PSC തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്കും യൂണിവേഴ്സിറ്റിയിലേക്കും 2 റാങ്ക് ലിസ്റ്റുകൾ നിലവിലുണ്ട്. അതിൽ നമുക്കറിയാം ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ്, PSC തുടങ്ങിയ സ്ഥാപനങ്ങളിൽ 27/9/2024 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. 26/9/2027 വരെയാണ് ഈ ലിസ്റ്റ്. 27/9/2027 മുതൽ പുതിയ ലിസ്റ്റ് ഉണ്ടാകണം. അതുകൊണ്ടാണ് നോട്ടിഫിക്കേഷൻ ഉടൻ വരാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പറയുന്നത്. അവിടെ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിൽ 417 നിയമനങ്ങളാണ് ഇതുവരെ. 417 പേരെയാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. സപ്ലിമെൻ്ററി ലിസ്റ്റിലും ഡിഫറൻ്റ്ലി ഏബിൾഡിനും വേണ്ടി 378 പേരെ ഉൾപ്പെടുത്തി. ഇപ്രകാരമുള്ളൊരു മെയിൻ ലിസ്റ്റാണ് ഉണ്ടാക്കിയിരുന്നത്. അന്ന് കട്ട് ഓഫ് 64.33 ആയിരുന്നു കട്ട് ഓഫ്. ഇതൊക്കെ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ്, PSC തുടങ്ങിയ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കുള്ള കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇതുവരെ അഡ്വൈസ് നടന്നിരിക്കുന്ന 190 നിയമനം. 17/3/2026 വരെയുള്ള വേക്കൻസികളിൽ 190 നിയമനം നടന്നു. ഇനി 8 വേക്കൻസി മിച്ചമുണ്ട്. അപ്പോൾ 198 കൂട്ടിക്കും. ഇനി യൂണിവേഴ്സിറ്റികളിലേക്ക് വരുമ്പോൾ അവിടെ 602 പേരെയാണ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 610 പേരെ സപ്ലിമെൻ്ററി ലിസ്റ്റിലും ഉൾപ്പെടുത്തുകയുണ്ടായി. സപ്ലിമെൻ്ററി ലിസ്റ്റിലും ഉൾപ്പെടുത്തി. 63 പേർക്കാണ് 63 മാർക്കാണ് അവിടെ കട്ട് ഓഫ് ആയി വന്നത്. 90 പേരുടെ നിയമന ശുപാർശ 6/2/2026 വരെയുള്ള കാലയളവിൽ നൽകിയിട്ടുണ്ട്. 11 വേക്കൻസി കൂടിയുണ്ട്. അപ്പോൾ 101 വേക്കൻസി ഉണ്ടായിരിക്കുന്നു എന്ന് നമുക്ക് കരുതാം. അപ്പോൾ തീർച്ചയായും
നമുക്കിനി അധികം താമസിയാതെ തന്നെ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഇതിന് 2 ലെവലിലുള്ള പരീക്ഷയൊന്നും കാണാനുള്ള സാധ്യതയില്ല. ഒരൊറ്റ പരീക്ഷ മാത്രമേ കാണൂ. പിന്നെ ടൈപ്പിംഗ് പരീക്ഷയെ സംബന്ധിച്ചുള്ള സിലബസൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. നിങ്ങൾ പഠിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് കൂടുതലും ചോദിക്കപ്പെടുക. അപ്പോൾ നമ്മളിപ്പോൾ തന്നെ നന്നായി പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയാൽ ഈ തസ്തിക പിടിച്ചെടുക്കാം. അതെന്ന് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ LD ടൈപ്പിസ്റ്റ് അല്ലെങ്കിൽ ക്ലർക്ക് ടൈപ്പിസ്റ്റ് ഈ തസ്തികയ്ക്കൊക്കെ അപേക്ഷിച്ചിട്ടുള്ളവരായിരിക്കാം. പക്ഷെ അത് കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ, അതിനെ പഠിച്ചുകൊണ്ടിരിക്കും, അത് കിട്ടിക്കോട്ടെ. അത് കിട്ടിയാലും ഇത് എഴുതി നിങ്ങൾ പോവുകയാണെങ്കിൽ അവിടെ ജോലിയിൽ തുടരുന്നതിനേക്കാൾ മെച്ചപ്പെട്ട സാധ്യത തുറന്നു തരുന്നൊരു മേഖലയാണ് കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന തസ്തിക എന്ന കാര്യം അറിയുക. അതുകൊണ്ട് തന്നെ ഈ 2 തസ്തികകളിലേക്കുള്ള നോട്ടിഫിക്കേഷൻ്റെ വരവിനെ ഗൗരവതരമായി വീക്ഷിച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ മികച്ച രീതിയിലുള്ള തയ്യാറെടുപ്പ് നമുക്ക് തുടങ്ങാം. അതിൻ്റെ സിലബസ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ അതിൻ്റെ പഠനം ആരംഭിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന കട്ട് ഓഫ് 63-64 മാർക്കൊക്കെ ആയിരുന്നു. നമുക്ക് അതിനേക്കാൾ ഉയർന്ന ഒരു മാർക്ക്, ഒരു 70 മാർക്കൊക്കെ വാങ്ങിക്കൊണ്ട് തുടക്കത്തിൽ തന്നെ ജോലി കിട്ടാനുള്ള, ജോലി ലഭ്യമാകാനുള്ള ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ കഴിയും. അപ്പോൾ നമുക്ക് വളരെ ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് നീങ്ങാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആഗ്രഹിക്കുന്ന ജോലി, നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലി അത് ലഭ്യമാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിലേക്കുള്ള പ്രയാണത്തിൽ നിങ്ങൾക്ക് എല്ലാ ആശംസകളും നൽകുന്നു. ഗുഡ് ബൈ.